വരാൻ നോക്കിയാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞാട്ട്, യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് ഈ വചനം എൻ്റെ അവസ്ഥകളെ മാറ്റും. പ്രാർത്ഥനയ്ക്ക് വരുന്ന ആൾക്കോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യേശു നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ വചനങ്ങൾ കേൾക്കുന്നത് കൊണ്ട് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകരണ്ട എന്ന ദൈവത്തിന് വാശിയുണ്ട്. ദൈവത്തിന് വാശിയുണ്ട്, ഞാൻ തകർന്നു പോകരുത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ വാശിയെ ഞാൻ തകർന്നു പോകത്തില്ലെന്ന് പറ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇന്ന് ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും ഇന്ന് മാറ്റിവെച്ചോണം, ചിന്താഭാരങ്ങൾ ഇന്ന് മാറ്റിവെച്ചോണം. യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ അവസ്ഥകൾ ഇന്ന് മാറും. നമ്മൾ ഇന്നലെ കേട്ട വചന ചിന്ത ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നലെ കേട്ട വചന ചിന്ത ആരെങ്കിലും ഓർമ്മയുണ്ടോ? ആമേൻ. എത്ര പേരിന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു? എത്ര പേരിന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു? ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥന പങ്കുചേർന്നുകൊണ്ട് പറയും, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് ഈ സൂം ഡ്രൈവിലേക്ക് പങ്കുചേരാനുള്ളത്. വേഗത്തിൽ നിങ്ങൾ ആ ലിങ്കിലേക്ക് പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് പ്രാർത്ഥനയിലേക്ക് വരുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ കേട്ട വചനം എന്താണെന്ന് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞേ. നിന്റെ വിശ്വാസം നിന്നെ. അപ്പം നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം നമ്മളെ തകർക്കുന്ന വിശ്വാസമല്ല, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമാണ്. ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം എന്നെ തകർക്കത്തില്ല, ആ വിശ്വാസം എന്നെ ഉയർത്തുന്നതാണ്. ആമേൻ. കർത്താവിലുള്ള നിങ്ങളും യേശുവിലെ വിശ്വസിക്കുന്ന നമ്മൾ ഒരു വ്യക്തി പോലും തകർന്നു പോകത്തില്ല. ഞാൻ ഇന്നത്തെ അനുഗ്രഹത്തിനായ ഒരു വാക്യം വായിക്കാം. ഞാൻ ഇന്ന് തുടക്കത്തിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാണ് കാണിച്ചത്. ദൈവാത്മാവ്, ഞാൻ വചനം രാവിലെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ആ മകളെ ഇന്ന് കർത്താവ് തൊടാൻ പോവുകയാണ്. ആ മകളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവൃത്തി, ജോസ്നയുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് മാറ്റിമറിക്കാൻ വേണ്ടി പോകേണ്ട. ഞാൻ ലൈവ് ഓണാക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ചോദിച്ചത്, എനിക്കറിയാം സൂമിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന ഏറ്റെടുത്തോണം. മകളെ ദൈവം അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ആലോചനകളെ ഏറ്റെടുത്തോണം. കർത്താവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ വിശ്വാസത്തെപ്പറ്റി ചിന്തിച്ചു. പല ആളുകളും പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എല്ലാ ആളുകളും നമ്മൾ ദൈവിക ആലോചന, നമുക്ക് കർത്താവിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഉണ്ടാകണം, നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു ക്രിസ്തു യേശുവിൽ ഒരു ചേഞ്ച് വേണം, ദൈവത്താൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ആമേൻ പറഞ്ഞ്. ആമേൻ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ തുടർമാനമായിട്ടും പ്രാർത്ഥനകളിൽ പങ്കുചേരണം. തുടർമാനമായിട്ട് എന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് മുമ്പിൽ സാധ്യതകളെ തുറന്നു വരികയാണ്. എത്ര പേർക്ക് വചനം കേട്ടിട്ട് ആ വചനത്തിൻ്റെ തിരിച്ചറിവിൽ പ്രാർത്ഥിച്ച് അത്ഭുതം കിട്ടിയവർ നമ്മുടെ കൂട്ടായ്മ ആരെങ്കിലും ഉണ്ടോ? ആമേൻ, ആമേൻ. അതായത് നിങ്ങൾക്ക് അതുവരെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷെ ആ വചനം കേട്ടപ്പോൾ ആ തിരിച്ചറിവിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവപ്രവൃത്തി ഉണ്ടായ ഒരു കാര്യം ചോദിച്ചത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതായത് നിങ്ങൾക്ക് അതുവരെ. ആമേൻ. അപ്പം അങ്ങനെയെങ്കിൽ ആ തുടർമാനമായിട്ട് നിങ്ങൾ വചനം കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? ആ വചനത്തിലുള്ള അനുഗ്രഹത്തെ കാണുവാൻ നിങ്ങൾക്ക് പറ്റിയത്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇനിയും നിങ്ങൾ വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? കൂടുതൽ അനുഗ്രഹിക്കപ്പെടും.
ആമേൻ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വചന തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു അത്ഭുതത്തെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് കിട്ടിയത് എങ്ങനെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ റിസൾട്ടുകൾ വരാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥിക്കുന്ന രീതികൾക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അങ്ങനെ ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. തുടർച്ചയായിട്ട് നമ്മൾ ഈ വചന ശുശ്രൂഷ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഏകദേശം ഇതിങ്ങനെ 2 വർഷത്തിന് മേളിലായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ പ്രീവിയസ് മെസ്സേജുകൾ കിടപ്പുണ്ട്, സന്ദേശങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇന്നും നമ്മൾ തുടർമാനമായിട്ട് പോവുകയാണ്. ഇവിടെ യേശുക്രിസ്തു ഒരു വ്യക്തി യേശുവിലേക്ക് വരും. ഏറ്റവും വലിയൊരു പ്രാർത്ഥനയെപ്പറ്റി ഞാൻ പറയാൻ പോകും. ഏറ്റവും വലിയൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കകത്തോട്ട് നിങ്ങൾ കയറണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ പ്രാർത്ഥനയ്ക്കകത്തോട്ട് എങ്ങനെയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്? അതായിരുന്നു കേൾക്കാൻ വേണ്ടി പോകുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ വചനമാണ് ഞാനിന്ന് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ്. എല്ലാവർക്കും ഈ വചനം കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ ഒരു വാക്ക് നമുക്ക് കേൾക്കുമ്പം പലപ്പോഴും പിശാചിനോടാണോ അതോ ദൈവത്തോടാണോ യേശു ക്രിസ്തു അപേക്ഷിച്ചത് എന്നൊരു സംശയം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? But I have prayed for you that your faith should not fail, and when you have returned to me. അപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത് അപേക്ഷിച്ചു എന്നല്ല. I have prayed for you, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരിക്കലും യേശു സാത്താനോട് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പറ, യേശു സാത്താനോട് പ്രാർത്ഥിക്കുമോ? ഇല്ല, ഒരിക്കലും കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അപേക്ഷിക്കുക എന്നൊരു വചനം കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആദ്യം പിശാചിനോട് യേശു അപേക്ഷിച്ചു. കാര്യം നിങ്ങൾ തൊട്ടുമുള്ളത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അപ്പോൾ യേശു അതിൻ്റെ മറുപടി പറയുകയാണ്, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ബട്ട് ഐ ഹാവ് പ്രേഡ് ഫോർ യു ദാറ്റ് യുവർ ഫെയ്ത്ത് ഷുഡ് നോട്ട് ഫെയിൽ. നിൻ്റെ വിശ്വാസം നശിച്ചു പോകാതിരിപ്പാൻ, അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയെ പറ്റിയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും തലയ്ക്ക് മീതെയുണ്ട്. രാമൻ പറഞ്ഞേ, എൻ്റെയും നിങ്ങളുടെയും തലയ്ക്ക് മീതെ ഈ ഒരു പ്രാർത്ഥന കിടപ്പുണ്ട്. ആമേൻ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഈ പ്രാർത്ഥനയുമായിട്ട് നിങ്ങൾ ജോയിൻ്റ് ആകണം. എങ്ങനെയാണ് നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ജോയിൻ്റ് ആകുന്നത് കേട്ടോണം. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഉണ്ട്. യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ കേൾക്കാതിരിക്കുവോ? നിങ്ങൾ പറ. നമ്മൾ പലപ്പോഴും നമുക്കൊരു സംശയമാണ്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? പലരും ചോദിക്കുന്നത്, ബ്രദറെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? എത്ര ശതമാനം ഉറപ്പുണ്ട്? 100 അതിൻ്റെ മേളിൽ 1% ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, യേശുവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നിൻ്റെ വിശ്വാസം പോകാതിരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കൊരു ഉറപ്പാണ്. എനിക്ക് ചിലർക്കൊരു സംശയം കണ്ടേക്കാം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ സംശയം വേണ്ട, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, 100% മീതെ 1% ഉണ്ടെങ്കിൽ യേശു പറയുകയാണ്, നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ എങ്ങനെയെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചോണം, ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ തകർന്നു പോകത്തില്ല. കാരണം ഞാൻ യേശുവിൽ വിശ്വസിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞാൻ തകരാതിരിക്കുവാൻ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ തലയ്ക്ക് മീതെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇനി ആർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ആക്റ്റീവ് ആകുന്നറിയോ? ആർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ആക്റ്റീവ് ആകുന്നത് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിലുള്ളവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആക്റ്റീവ് ആകും. ഇവിടെ നിങ്ങൾ വായിച്ചോണം, ഇതാരോടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് ലീഹായോട് പറയുകയാണ്, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ. അപ്പോൾ നിൻ്റെ വിശ്വാസം എന്നുള്ളത് എന്നിലുള്ള ഉറപ്പാണ്.
പത്രോസ്ലീഹായെ പറ്റി നമുക്കറിയാം. പത്രോസ്ലീഹ തന്നെ പറഞ്ഞു, കർത്താവെ സകലതും വിട്ടേച്ച് ഞാൻ നിന്നെ അനുഗമിച്ചു. ഉണ്ടായിരുന്നൊരു വള്ളം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നൊരു വലയുണ്ടായിരുന്നു. ഇനി വള്ളവും വലയും മാത്രമല്ല, തനിക്കൊരു ഭാര്യ ഉണ്ടെന്നും അമ്മായിമ്മയുണ്ടെന്നും കുഞ്ഞുങ്ങളെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടില്ല എങ്കിലും കാണും. അപ്പം ഇവരുടെ ഏക വരുമാന മാർഗം പത്രോസ്ലീഹായായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന പത്രോസ്ലീഹ. അപ്പം അങ്ങനെ അധ്വാനശീലമുള്ള ഒരു മനുഷ്യൻ പത്രോസ്ലീഹ. ഇദ്ദേഹം യേശുവിൻ്റെ പുറകെ എങ്ങനെയാണ് വന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാം വിട്ടേച്ചാണോ വന്നത്, അതോ ഒറ്റയ്ക്കാണോ വന്നത്? എല്ലാം കൂട്ടിക്കൊണ്ടാണോ വന്നത്? പത്രോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ഞാൻ എല്ലാം വിട്ടേച്ചാ വന്നേക്കുന്നത്. അപ്പം എല്ലാം വിട്ടേച്ച് പത്രോസ്ലീഹ വരുമ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പത്രോസ്ലീഹയ്ക്ക് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, നമുക്കറിയാം ബൈബിളിൽ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് മീൻപിടുത്തം. ഇത് വിട്ടേച്ച് യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പത്രോസ്ലീഹ പട്ടിണി കിടന്ന് മരിക്കുവോ, അതോ ദേശത്ത് തകർന്നു പോകുവോ, അതോ ജയാളിയായി മുന്നേറുമോ? നിങ്ങൾ പറ, ഏത് സംഭവിക്കും? ആമേൻ, ആമേൻ. ഇവിടെ കർത്താവ് യേശു പറയും, പത്രോസേ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷെ നീ പേടിക്കണ്ട, നീ എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് നിന്റെ വിശ്വാസം തകർന്നു പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മനസ്സിലായോ? യേശുവിലേക്ക് വരുന്നൊരു വ്യക്തി, ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഓടി വന്നൊരു പ്രാർത്ഥനക്കാരാകാതെ ഏതെങ്കിലും ഒരു ബ്രദർ, ചിലപ്പം ചിലരുടെ ഫോണിൽ 150 ബ്രദർമാരുടെ നമ്പർ കണ്ടേക്കാം. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനോ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനോ സമയം കണ്ടതില്ല. ബ്രദർ, എനിക്ക് ആഗ്രഹമുണ്ട് ബ്രദറെ, പക്ഷേ ഒരു മാസത്തിൽ ഒന്നുപോലും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും പോകാത്തവരുണ്ട്. ഞാൻ പറയുന്നത്, ഈ പ്രാർത്ഥന നിങ്ങളുടെ തലയ്ക്ക് മീതെ ആക്റ്റീവ് ആകണമെങ്കിൽ യേശു പറഞ്ഞു, But I have prayed for you that your faith should not fail. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഈ പ്രാർത്ഥന എന്നുള്ളത് എന്താണെന്നുള്ളത് അടുത്തൊരു വചനത്തിലാണ് വ്യക്തമായിട്ട് പറയുന്നത്. എബ്രായറിലെ ലേഖനം പരിചിതമായ വാക്യമാണ്. 7-ാം വാക്യത്തിൻ്റെ, എബ്രായറിൻ്റെ 7-ാം അധ്യായത്തിലെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കും, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. അതായത് വള്ളവും വലയും സകലതും വിട്ടേച്ച് യേശുവാണ് എൻ്റെ ആശ്രയം, എൻ്റെ സകല വരുമാനം. പത്രോസ്ലീഹ പറയുക, എൻ്റെ ആകെ ഉണ്ടായിരുന്ന വള്ളം ഞാൻ വിട്ടു, ആകെ ഉണ്ടായിരുന്ന വല വിട്ടു. അപ്പം നാട്ടുകാർ ചോദിക്കും, എടാ പത്രോസേ, ഇങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചു, എടാ പത്രോസേ, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്, ഇതെല്ലാം കളഞ്ഞിട്ട് യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? പത്രോസ്ലീഹ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ പോറ്റി പുലർത്തുന്ന ദൈവമാണ്. ഇത് വിശ്വസിച്ചിറങ്ങിയ പത്രോസിനെ കർത്താവിന് കളയുവാൻ മനസ്സില്ല. ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനെ ഇറങ്ങുന്നവരെ കളയുവാൻ യേശുവിന് മനസ്സില്ല. ഇങ്ങനെ ഇറങ്ങിയവരാണോ നിങ്ങൾ? അതോ ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ലോ ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പക്ഷേ കൂട്ടായ്മ ആചരിക്കാൻ എനിക്ക് പറ്റത്തൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, യേശുവിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്നാൽ ഒരു പിശാചും നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റത്തില്ല. കാരണം നിങ്ങളുടെ തലയ്ക്ക് മീതെ ഏറ്റവും ശക്തമേറിയൊരു പ്രാർത്ഥന കിടക്കുകയാണ്. നീ നശിച്ചു പോകാതിരിപ്പാൻ, നിൻ്റെ വിശ്വാസം തകർന്നു പോകാതിരിപ്പാൻ. ഞാനും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളോർക്കും നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേര് കാണും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് കാണുന്നൊക്കെ ഓർത്തിൻ്റെ സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പല ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് പല മനുഷ്യരാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ധൈര്യം ചോർന്നു പോകത്തില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പതറിപ്പോകേണ്ട പല സാഹചര്യത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ബലപ്പെടുത്തുന്നൊരു ഫീലിങ്സ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ സമയത്ത് ചിലപ്പം നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട സഹായിക്കാൻ സാധ്യതയുള്ള സകലരും കൈവിട്ട് നിൽക്കുമായിരിക്കും. എല്ലാ വഴികളും അടഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ടൈമിലായിരിക്കും അകത്തുനിന്നൊരു ബലം. അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി. യേശു പറഞ്ഞ വചനത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായി. ഐ ഹാവ് പ്രേഡ് ഫോർ യു that your faith should not fail. നിൻ്റെ വിശ്വാസം തകർന്നു പോകത്തില്ല. എന്താ വിശ്വാസം? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ യേശുവാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ യേശുവാണ്. ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ യേശുവാണ്. ഈ വിശ്വാസം ഉള്ള വ്യക്തി, യേശുവിനെ ആശ്രയിച്ചിറങ്ങുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നവർ? ഇതാണ് പ്രാർത്ഥന. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം
ഈ പക്ഷവാദം എന്ന് പറഞ്ഞാൽ പക്ഷം ചേർന്ന് വാദിക്കുക. വക്കീലന്മാർ കണ്ടിട്ടില്ലേ? ഇത് കോടതിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പക്ഷവാദം. നമുക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുക. അതായത് നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേക്കും നിങ്ങളുടെ മേൽ അവകാശം പറഞ്ഞ് നിൽക്കും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയുക, പിശാച് വന്നിട്ട് പറയുക, ഒരു ഗതിയും ഞാൻ വരുത്തത്തില്ല, തലമുറകളെ സമ്മതിക്കത്തില്ല അനുഗ്രഹിക്കപ്പെടാൻ, മുന്നോട്ടൊരു ഭാവി ഒക്കത്തില്ല. പക്ഷേ യേശു സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് പിതാവ് പറയാം, ഈ വ്യക്തിയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതെന്നാ കാരണമെന്നറിയാവോ? ഈ വ്യക്തി എന്നിൽ ആശ്രയിക്കുക. മനുഷ്യരിലല്ലേ ആശ്രയിക്കുന്നത്, സാക്ഷാൽ യേശുവിലെ ആശ്രയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ജെയിംസിൻ്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. എൻ്റെ കർത്താവിന് പറഞ്ഞ് ജെയിംസിൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു വസ്തു സംബന്ധമായിട്ടൊരു വിഷയം, ജെയിംസിൻ്റെ ഭവനത്തിൽ വസ്തു സംബന്ധമായ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുക, സ്ട്രഗിൾ ചെയ്യുക. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്നൊരു കാഴ്ച മുത്തോ എതിര വെല്ലുവിളികളോട് നിൽക്കുക. പക്ഷെ ദൈവാത്മാവോട് പറയുന്നു, കർത്താവിൽ ആശ്രയിച്ചു, ആ കണ്ണുനീരിനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. സൂമിലാണോ ഫേസ്ബുക്കിലാണോ യൂട്യൂബിൽ എനിക്കറിയത്തില്ല, ആ വ്യക്തിയെ നോക്കി പറയുന്നൊരു വസ്തു സംബന്ധമായിട്ടൊരു വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുക. ചുറ്റിനും നിൽക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് ആ ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേലുണ്ടാകുക. അത് ഏറ്റെടുത്തു. ആരാന്ന് വെച്ച് ഏറ്റെടുത്തു? യേശുവിൻ്റെ നാമത്തിൽ. അത് ഞങ്ങൾ കർത്താവ് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ തിരുവചനം പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ദൈവം. ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൂട്ടായ്മ കൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. നമ്മൾ ഈ കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? ഒരു പ്രശ്നം വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്ത്, കർത്താവ് എന്നെ കൈവിട്ടോ, ദൈവത്തിന് എന്നോട് സ്നേഹമില്ലേ? ദൈവത്തിന് എന്നോട് സ്നേഹം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നാന്ന് ആർക്കെങ്കിലും അറിയാവോ? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആർക്കെങ്കിലും അറിയാവോ? ഏറ്റവും വലിയ തെളിവ്, ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റും. ഏറ്റവും വലിയ തെളിവുണ്ട്. ഏറ്റവും വലിയ തെളിവ് എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാൻ പറയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ബൈബിൾ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതായത് മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ടത് യേശു കുറ്റം ചെയ്തിട്ടല്ല, വിലാപ്പുറം കുത്തിത്തുളച്ചത് യേശു കുറ്റക്കാരനായിട്ടല്ല, വസ്ത്രം കീറി നഗ്നനാക്കി ക്രൂശിന്മേൽ മാറി അടിച്ച് 1 അടി ഏൽപ്പിച്ച് തകർക്കപ്പെട്ട്, വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കി മാറ്റിയത്. ബൈബിൾ പറയുന്നു, എനിക്ക് വേണ്ടിയാ. ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ളതിൻ്റെ 100% ഉണ്ടെങ്കിൽ ആ ഉറപ്പാണ് കാൽവരി ക്രൂശ്. ഇതിനേക്കാൾ വലിയൊരു തെളിവിന് ദൈവത്തിന് തരാൻ കഴിയത്തില്ല. കാര്യം എനിക്ക് വേണ്ടി സ്വന്തം ശരീരം തകർക്കപ്പെട്ടിട്ട് പറയുകയാണ്, നീ നശിച്ചു പോകാതിരിപ്പാൻ യേശുവിനെ ഭൂമിയിലേക്ക് തന്നു. അപ്പം ഈ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പം കർത്താവ് എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് എൻ്റെ പക്ഷം ചേർന്ന്, ഇത് എത്ര ഭാഗ്യമായിട്ടുള്ളൊരു വചനമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവിനോട് പറയുന്നൊരു ബീന എന്ന് പറഞ്ഞൊരു സഹോദരി ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ കൂടെ ഒരാളുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കായി നിൽക്കുവാണല്ലോ. ബീന സഹോദരി കർത്താവിനോട് പറയാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, സൂമിലും ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും കേൾക്കുന്നുണ്ട്. ബീന എന്ന് പറഞ്ഞൊരു സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവിനോട് പറയാൻ ബീന ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു, യേശു കൂടെയുണ്ടെന്ന് പറഞ്ഞു. യേശു കൂടെയുണ്ട്, ഞാൻ തകർന്നു പോകത്തില്ല, യേശു എൻ്റെ കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് വചനം പറയുന്നു. അപ്പം നിങ്ങളിവിടെ എപ്പോഴും ശ്രദ്ധിച്ചോണം, യേശു ക്രിസ്തു പത്രോസ്ലീഹായോട് ഈ വചനം വായിക്കുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആകല്. പത്രോസ്ലീഹായോട് യേശു പിശാചിനോടല്ല അവിടെ ചോദിക്കുന്നത്. യേശു പറയുകയാണ്, പത്രോസേ നിന്നെ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ വരാൻ കാരണം? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. നമ്മൾ ഏറ്റവും കൂടുതൽ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയെപ്പറ്റി ഞാൻ പറയാം. ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുവാൻ കാരണം? പത്രോസെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ വരാൻ കാരണം? ഇതേ വചനം തന്നെ മത്തായിയുടെ സുവിശേഷം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 39-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവന്നു വീണു. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ അവസാന സമയങ്ങളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കർത്താവ് അല്പം മുൻപോട്ട് ചെന്ന് കവന്നു വീണു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അങ്ങ് ഇച്ഛിക്കുന്നത് പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാർ അടുക്കൽ വന്നു അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എൻ്റെ കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ചോദിക്കുവാണ്, കർത്താവിൻ്റെ ഒരു ചോദ്യം ഇതാണ്, പത്രോസെ, എൻ്റെ കൂടെ ഒരു നാഴിക പോലും നിങ്ങൾക്ക് ഉണർന്നിരിപ്പാൻ കഴിയുകയില്ലേ എന്ന് ചോദിക്കുക. അപ്പം അടുത്ത ഈ വചനം തന്നെയാണ് നമ്മൾ ലൂക്കോസിൽ വായിച്ചത്. പക്ഷേ 1-2 വാക്യങ്ങൾ ലൂക്കോസിലില്ലാത്തത് മത്തായിലുണ്ട്. 41-ാം വാക്യത്തിൽ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. ഈ വാക്യം ശ്രദ്ധിച്ചോണം. ജഡമോ ബലഹീനമത്രേ, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആത്മാവ് ഒരുക്കമുണ്ട്, ജഡം ബലഹീനമാണെന്ന് പറ. ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആത്മാവിലല്ല, ജഡത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയും ഒന്ന് നിത്യത ചെന്നാൽ മതി, കർത്താവിനെ ഒന്ന് കണ്ടാൽ ഈ സന്തോഷത്തിൽ ആത്മാവ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജഡം അഥവാ ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചിട്ടി പൈസ അടയ്ക്കും, എങ്ങനെ വീടിൻ്റെ ലോൺ അടയ്ക്കും, എങ്ങനെ പിള്ളേരെ വളർത്തും, ഈ രോഗത്തിൽ നിന്നും വേദനയിൽ നിന്നുമൊക്കെ ശരീരത്തിൽ എങ്ങനെ മാറ്റമുണ്ട്, ഈ പുള്ളിയുടെ ചിന്ത മൊത്തവും, നമ്മുടെ ശരീരത്തിൻ്റെ ചിന്ത മൊത്തവും ഈ ലോകത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും. പക്ഷേ എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ലോൺ അടയ്ക്കുന്നുണ്ടെന്നോ, എങ്ങനെ ചിട്ടി പൈസ കൊടുക്കണമെന്നോ, എങ്ങനെ ജീവിക്കുമെന്നോ ഒന്നും പുള്ളിക്ക് ചിന്തയില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ, ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ നിറയുന്ന മനസ്സുമുണ്ട്. ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷെ നമ്മുടെ ജഡം ബലഹീനമാണ്. ഇതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ കർത്താവ് പറഞ്ഞത്, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ എന്ത് ചെയ്തു? പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം തകർന്നു പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഉടനെ പറയണം, എൻ്റെ കർത്താവേ, നീയാണ് എൻ്റെ ആശ്രയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് തന്നെ പറയണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, കർത്താവേ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ നശിച്ചു പോകത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുമെന്ന് പറ. ആമേൻ. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ, ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് താഴെ അവിടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്നും സൂമിലേക്ക് കാണാൻ പറ്റും, കയറാൻ പറ്റും പ്രാർത്ഥനയിൽ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ് ആകുല ചിന്തകൾ. പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ നന്നായി യേശുവിൻ്റെ വചനം പറയുന്നുണ്ട് ബ്രദറെ. പക്ഷേ ഈ നമ്മളെ വേട്ടയാടുന്നതിൻ്റെ കാരണം നമ്മുടെ ജഡത്തിൻ്റെ അകത്തൊരു ബലഹീനതയുണ്ട്. ഒരുക്കത്തിലല്ല നിൽക്കുന്നത്, ഭാരത്തിലാണ് നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ ഇവിടെയാണ് നമുക്കൊരു ഫൈറ്റ്. നമുക്കറിയാം, യേശു അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ആമേൻ പറഞ്ഞ്. എന്നാണ് അടുത്ത ചോദ്യം. യേശു അത്ഭുതം ചെയ്യുന്ന ഉറപ്പുണ്ട്, പിന്നെ എന്തിനാ ടെൻഷൻ? അത് ബ്രദറെ, യേശു അത്ഭുതം ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും ഒരു ടെൻഷൻ. എൻ്റെ കാരണം ജഡത്തിലൊരു ബലഹീനതയുണ്ട്. ഇവിടെയാണ് പത്രോസ്ലീഹായോട് കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്നൊരു വാക്കുണ്ട്. ഇവിടെ 31-ാം വാക്യത്തിൽ, ഈ രാത്രിയിൽ യേശു പറയണം, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറിപ്പോകും, ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിൽ പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറത്തില്ല. പത്രോസ്ലീഹ ചാടി പറയുക, കർത്താവ്, ഇനി ആരൊക്കെ കർത്താവിനെ വിട്ട് ഓടിപ്പോയാലും
പത്രോസ്ലീഹ പറയുകയാണ്, ഞാൻ ജന്മത്തിൽ ഓടിപ്പോകത്തില്ല. കർത്താവ് മറുപടി പറയുകയാണ്, യേശു പറയുകയാണ്, ഈ രാത്രി കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് സത്യമായി ഞാൻ പറയും. അതിൻ്റെ അർത്ഥം സെൽഫ് കോൺഫിഡൻസ് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരിക്കലും പറ്റത്തില്ല. പത്രോസ്ലീഹ പറഞ്ഞത് നല്ല കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കയ്യടി കിട്ടേണ്ട ഒരു വാക്കാണ് പത്രോസ്ലീഹ പറഞ്ഞത്. കാര്യം പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവേ, ഈ കൂട്ടത്തിൽ ആരൊക്കെ ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോകത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം വന്നത് ദൈവത്തിൽ നിന്നല്ല, നമ്മുടെ ഈ ബലഹീനമായ ജഡത്തിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചാടിക്കേറി ആ വിഷയത്തിൻ്റെ മേൽ പരിഹാരം ചെയ്യാൻ നിൽക്കാതെ ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലിരിക്കുക, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി. നമ്മൾ കുറച്ച് മുമ്പ് എബ്രായ ലേഖനം വായിച്ച വാക്യത്തിലുണ്ടല്ലോ, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുന്നൊരു ദൈവം, അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവ്. ഒരു പ്രശ്നം വരുമ്പോൾ പത്രോസ്ലീഹയോട് നമുക്ക് പഠിക്കാൻ പറ്റും. പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവേ, ആരൊക്കെ പിടിക്കാൻ വന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പത്രോസ്ലീഹ പറയുകയാണ്, ആരെല്ലാം ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോകത്തില്ല, ഞാൻ. കർത്താവ് പറഞ്ഞു, നീ 3 വട്ടം തള്ളിപ്പറയും. ഇത് തന്നെയാണ് ലൂക്കോസിലേക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട്, സാത്താൻ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. കാര്യം എന്നറിയോ, എവിടെ നിന്നെ പിടിക്കാം. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിൽ വിശ്വസിക്കും. നിൻ്റെ വിശ്വാസം, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നിൻ്റെ വിശ്വാസം പോകാതിരിക്കുവാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തോണം, എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, യേശു ഉള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുന്നെന്ന് പറ. ആമേൻ, ആമേൻ. യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജീവനിൽ വാഴും. യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജീവനിൽ വാഴും. എന്നോട് ദൈവാത്മാ പറഞ്ഞ ഏബൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സൂമിലാണോ ഫേസ്ബുക്കിൽ എനിക്കറിയത്തില്ല, ഏബൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി സൂമിലാണ്, വേഗത്തിൽ പ്രതികരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി യൂട്യൂബിലോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് വേഗത്തിൽ മെസ്സേജ് അയച്ചാൽ മതി. ഏബൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് സൂമിൽ ആരെങ്കിലും ഉണ്ടോ? സൂമിലുണ്ടെങ്കിൽ വേഗത്തിൽ പ്രതികരിച്ചു. എന്റെ മോന്റെ പേര് മോൻ. ഞാൻ മോനെ ചോദിക്കുന്നത്. ഏബൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ലൈവില് എന്റെ മോന്റെ പേര് ഏബൽ എന്നാണ്. യേശുവിന്റെ നാമത്തിൽ ഏബലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോണ കർത്താവിനോട് പറയുന്നു, അവനെ ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്താൻ വേണ്ടി പോകുക. ഏബലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പറയുന്ന ഏബലിന്റെ മേലെ അനർത്ഥത്തെ ദൈവം വിട്ടുമാറ്റുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദുഃഖത്തിൻ്റെ അവസ്ഥയെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, ആ ദുഃഖം മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഃഖത്തിൻ്റെ അവസ്ഥകളും മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ ഏറ്റെടുത്തോ, കർത്താവ് വലിയ കാര്യം ചെയ്യട്ടെ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏബിൽ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവിനോട് പറഞ്ഞ് വലിയൊരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുക. ആമേൻ പറഞ്ഞു. എല്ലാവരും ആമേൻ പറഞ്ഞു. വലിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നിന്ന് ആരോടൊക്കെയോ കർത്താവ് ഈ ദിവസങ്ങളിൽ ഉറപ്പിക്കുക. ഓ യേശു, ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുക. ഈ ഒരു കോഴിക്കട, ഈ ചിക്കൻ ഷോപ്പ്, കോഴിക്കടയുടെ തൊട്ടടുത്തായിട്ട് വീടുള്ള ഒരു ഭവനത്തെ ഞാൻ ഇങ്ങനെ കാണുക. എന്നെ കർത്താവ് പറയുന്നത്, കോഴിക്കട ഞാൻ കാണുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു വീട്. ആ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ആ കുടുംബത്തെ എന്നെ അങ്ങനെ ഒരു അടയാളമാണ് ദൈവം എന്നെ കാണിക്കുന്നത്. ഒരു കോഴിക്കടയുണ്ട്, അതിൻ്റെ അടുത്തായിട്ട് നിങ്ങളുടെ വീട് ഉള്ളത്. അതിനോട് ചേർന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, തൊട്ടടുത്ത് കാണാൻ പറ്റും. അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു വീടുള്ളൊരു ഭവനം. ആ ഭവനത്തെ കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞ് വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടാകാൻ പോവുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ബേബിയുടെ കുടുംബത്തെ പരിശുദ്ധ ആത്മാവ് ഇന്ന് സമാധാനത്തോടെ ദേശത്ത് സാക്ഷ്യമാക്കാൻ പോവുക എന്നുള്ള കർത്താവ് പറയുന്നു. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവുക. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ യേശു പറയുകയാണ്, നിന്റെ കൂടെ മരിപ്പാൻ, പത്രോസ്ലീഹ പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. ശ്രദ്ധിച്ചു നോക്കി, 35-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, പതറിപ്പോയി. ഞാൻ പത്രോസ്ലീഹായുടെ കുറ്റം പറയുവല്ല, പത്രോസ്ലീഹായുടെ ബലഹീനത കാണിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ഇതുപോലെ ബലഹീനതയുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്, യേശുവിലൊരു ഉറപ്പാണ് വേണ്ടത്. ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞേക്കുന്നത്, കർത്താവിലേക്ക് വരുന്ന വഴിക്ക് നിങ്ങൾ യേശുവിലേക്ക് കൂടുതൽ, ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം. ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പം നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് നമ്മുടെ കുറവുകളാണ്. ഇനി കുറവുകൾ മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കർത്താവേ എൻ്റെ കുറവൊന്നും എൻ്റെ അനുഗ്രഹത്തിൽ തടസ്സമാകല്ലേ, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
പകരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എൻ്റെ കുറവുകളെയൊക്കെയും എൻ്റെ ദൈവം നീക്കി എന്നെ അത്ഭുതമാക്കി മാറ്റും. ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. പലരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുറവൊരിക്കലും അനുഗ്രഹത്തിന് തടസ്സമാകരുത്. ഞാൻ നിങ്ങൾക്ക് കുറവ് മനസ്സിലാക്കാൻ വേണ്ടി വേഗത്തിൽ പറയാം. ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിടുന്ന ഒരു ഡ്രസ്സുണ്ട് അല്ലേ, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കല്യാണ വീട്ടിൽ പോവോ? ഇല്ല. കാര്യം നമുക്കറിയാം ആ വസ്ത്രം വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലേ. നമ്മൾ വീട്ടിലിടുന്ന വസ്ത്രം ചിലപ്പോൾ അത്ര വലിയ ഭംഗി കാണത്തില്ലായിരിക്കാം, അത്ര വലിയ കാര്യം. നമ്മൾ വീട്ടിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് വീട്ടിലിരിക്കുമ്പോൾ നമുക്കത് നല്ല ഡ്രസ്സാണ്. പക്ഷെ ആ ഡ്രസ്സ് നല്ലതല്ല എന്ന് തോന്നുന്നത് എപ്പോഴാണ്? പബ്ലിക്കായിട്ട് ആൾ കൂടുന്ന, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു കല്യാണ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതുവരെ വീടിൻ്റെ അകത്ത് എനിക്ക് കുഴപ്പമില്ല, എന്നാ കുഴപ്പം, നല്ല ഡ്രസ്സ്, എനിക്ക് ഇത് എന്നാ കുഴപ്പം, നമുക്ക് അതുവരെ ഒരു കുറവും തോന്നിയില്ല. പക്ഷെ ആ വസ്ത്രത്തിനൊരു കുറവ് എനിക്ക് തോന്നുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഞാനൊരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും, അയ്യോ എന്തോ ഒരു അഴുക്കുള്ള വസ്ത്രമാണ്, ഇതിട്ടുകൊണ്ടാണോ ഞാനിവിടെ വന്നത്. നമ്മളോട് തന്നെ പറയും. യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫീൽ ഉണ്ടാകണം, ഞാൻ ഒന്നും അല്ലെന്നും കർത്താവിൻ്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നതെന്നും എൻ്റെ ബലഹീനതയൊക്കെയും എൻ്റെ യേശു മാറ്റി എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ള ഉറപ്പ് നമ്മളിലേക്ക് പ്രവേശിക്കും. പലർക്കും സംഭവിക്കുന്നത്, കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ കുറവുകളൊന്നും എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സമാകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ജന്മത്തിൽ കുറവും മാറത്തില്ല, അനുഗ്രഹവും കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യണം? യേശുവിലേക്ക് കൂടുതൽ അടുക്കണം. യേശുവിലേക്ക് കൂടുതൽ അടുക്കുമ്പം എൻ്റെ കുറവുകളെ ദൈവം എടുത്തു മാറ്റും പകരം. എന്നിട്ട് അതുകൊണ്ടാണ് പൗലോസ്ലീഹയോട് യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും നശിക്കുകയില്ല, ഒരു നാളും ഞാൻ നശിച്ചു പോകുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആമേൻ, ആമേൻ. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ഉറപ്പ് വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കുന്നു വെച്ചാൽ, കർത്താവിനാലുള്ള കൂട്ടായ്മയിലാണ് ഇത് വർദ്ധിക്കുന്നത്. യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. ആമേൻ. ഈ ദിവസങ്ങളിൽ ഭയപ്പെട്ട് നടക്കുന്ന ആരോടൊക്കെയോ കർത്താവ് ഇടപെടുക, ഭയപ്പെട്ട് നടക്കുക. പെട്ടെന്ന് ശരീരത്തെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഭയം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭയപ്പെടേണ്ട കേട്ടോ. ബൈബിളിൽ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്നെ പേടിക്കാനാ? കർത്താവ് പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട് എന്ന് ദൈവാത്മാവിടെ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് ഞങ്ങൾ തകർന്നു പോകാനല്ല വിളിച്ചിരിക്കുന്നത്. സൗമ്യ എന്ന് പറയുന്ന ഒരു മകളുള്ള ഒരു കുടുംബം, സൗമ്യ, അതാരാന്ന് വെച്ചിട്ടെടുത്തു, സൗമ്യ യേശുവിൻ്റെ നാമത്തിൽ സൂമിലാണെങ്കിൽ പ്രതികരിച്ചോണം. സൗമ്യനെ ദൈവം, ഭാവിയുടെ വാതിലിനെ ദൈവം തുറക്കാൻ പോവുക. മകളാണ്, മകളുള്ളതാണ് ഞാൻ കാണുന്നത്. സൗമ്യയുടെ ഭാവിയെ ദൈവം ദൈവാത്മാവിനെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ആ ബ്ലോക്കുകൾ മാറട്ടെ, എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. വഴിത്തിരിവിൻ്റെ ദൈവം, വഴിത്തിരിവ് കർത്താവെ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ. ഒരു ഫയൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്, പെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫയൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഉറയ്ക്കാൻ കഴിയാതെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാൻ, ഞാൻ ഇങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുക, ഇറങ്ങി ഓടാൻ തോന്നുന്ന രീതിയിലുള്ള അന്തരീക്ഷം. അങ്ങനെ ചില വ്യക്തികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. എന്നാൽ ഇറങ്ങി ഓടാനും കഴിയാത്തൊരവസ്ഥ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് അവിടെ മേൽ വലിയൊരു സ്വസ്ഥത ചെയ്യുക. ദൈവം വലിയൊരു സ്വസ്ഥത അവിടെ ചെയ്യുക. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നൊരു കൈ അവിടെ വെച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവം കർത്താവോട് പറഞ്ഞ് സിന്ധുവിനെ ദൈവം സൗഖ്യമാക്കുന്നു. സിന്ധുവിൻ്റെ അസ്ഥികളുടെ മേലുള്ള രോഗശക്തികളെ യേശു ഇന്ന് സൗഖ്യമാക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നട വെളിപ്പെടും. ആരെന്ന് വെച്ചിട്ടെടുത്തു, സിന്ധുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കർത്താവ് റിലീസ് ചെയ്യുക.
അപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോകും. എൻ്റെ കൂടെ പറഞ്ഞ വായ്പ വാങ്ങത്തില്ലെന്ന് പറ. ഞാൻ വായ്പ വാങ്ങത്തില്ല. വലിയൊരു സാമ്പത്തിക നന്മയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, ശരീരം പുഷ്ടി പ്രാപിക്കട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ. കർത്താവ് അവരുടെ യേശുവിൻ്റെ നാമത്തിൽ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കട്ടെ. വാർദ്ധക്യത്തിലും കർത്താവ് യൗവനക്കാരെ പോലെ ശക്തി പ്രാപിക്കട്ടെ. ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയാലുള്ള രൂപാന്തരം ഉണ്ടാകട്ടെ. ആരോഗ്യം വിളിച്ചു വരുന്നപ്പ, ആരോഗ്യത്തെ വിളിച്ചു വരുന്നപ്പ, ആരോഗ്യത്തെ വിളിച്ചു വരുന്നപ്പ, ആരോഗ്യത്തെ വിളിച്ചു വരുന്നപ്പ, സമൃദ്ധിയെ വിളിച്ചു വരുന്നപ്പ. ആ പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചൊന്ന് പ്രവചിച്ചേ. ആ പേഴ്സൊക്കെ എടുത്തു വെച്ചൊന്ന് പ്രവചിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ നന്മയൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വാരി വിതറി ദരിദ്രന് കൊടുക്കും, വായ്പ വാങ്ങത്തില്ലെന്നാണ് പറയുന്നത്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. ഓ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നോട് ദൈവാത്മാവ് പറയുന്നു രഞ്ജിത്തിനെ ദൈവം സ്പർശിക്കോട്ടെ. രഞ്ജിത്തിൻ്റെ അമ്മയോട്, എനിക്കറിയത്തില്ല, എന്നോട് ഇങ്ങനെ പറയാൻ, രഞ്ജിത്തിൻ്റെ അമ്മയോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, രഞ്ജിത്തിൻ്റെ ഭാവിയെ ദൈവം പണിയാൻ വേണ്ടി പോവുക. രഞ്ജിത്തിൻ്റെ ഭാവിയെ ദൈവം പണിയാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആള് മാറിയവനെ പോലെ ദൈവം ആ വ്യക്തിയെ മാറ്റാൻ പോവുക. ആള് മാറിയവനെ പോലെ ദൈവം മാറ്റാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ, അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള രോഗസൗഖ്യങ്ങൾ സംഭവിക്കുക. ഇൻസ്റ്റൻ്റ്ലി ക്രിയേറ്റീവ് മിറക്കിൾസ് അവിടെ സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് പ്രെയർ റിക്വസ്റ്റ് അല്ല, പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പുതുതായി ചേരുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അയക്കുക. നമ്മൾ ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവികമായ ആലോചനയുടെ ഇടപെടലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. പറഞ്ഞു, ഹലോ, പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ വരുമാനം പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിലാണ് എൻ്റെ ആശ്രയം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ. അപ്പൊ ഞാൻ സ്വർഗസ്നായ പിതാവ് ചൊല്ലി ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ മോൻ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഇരട്ടി സമയം കൊടുത്തിട്ട് സാലറി ഇരട്ടി ആക്കി വർദ്ധിപ്പിച്ചെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് നന്ദി. അതുപോലെ ഞാനൊരു പട്ടിയുടെ കാര്യം പറഞ്ഞില്ല, അവനൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. അതെനിക്ക് ഭയങ്കര ശല്യം, അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവൻ ഒഴിവാക്കുന്നില്ല. ഞാൻ പിന്നെ ബ്രദറിനെ മെസ്സേജ് ചെയ്തായിരുന്നു, അത് അവൻ വന്നിട്ട് അവൻ ഒരു കൂട്ടുകാരന് കൊടുത്തു. അങ്ങനെ ആ ശല്യം മറക്കില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവ്. ഇന്ന് കേട്ടതുപോലെ തന്നെ വരുമാന മാർഗത്തിലുണ്ടായ വർധനവിന് നന്ദി പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ദിവസം കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാധ്യതയില്ലായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ ഇനി ഒരു എന്തായിക്കോട്ടെ, നിങ്ങളുടെ വരുമാനം അത് ഇൻക്രീസ് ആകാൻ, അത് വർദ്ധിക്കാൻ ഒരു സാധ്യതയില്ലായിരിക്കും. നിങ്ങൾ പറയും ബ്രദറെ ആകെ ഇത്രയും തുകയുള്ളൂ, അതൊരിക്കലും വർദ്ധിക്കും. നിങ്ങൾ പറയണം കർത്താവെ വർദ്ധിക്കും, വർദ്ധിക്കും, വർദ്ധിക്കും. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇല്ലാത്ത പ്രൊമോഷനിലുണ്ടായി വരും, ഇനി ഇല്ലാത്ത സാധ്യത, ഇനി ചെറിയ ജോലി ആയിക്കോട്ടെ, അത് വർദ്ധിക്കും. അങ്ങനെ പറഞ്ഞോണം, എൻ്റെ വരുമാന മാർഗങ്ങൾ ഇരട്ടിക്കും, അത് വർദ്ധിക്കും. ബൈബിൾ പറയുന്നു, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറഞ്ഞേക്കുന്നത്. യഹോവ നിന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിക്കും. അതിൻ്റെ അർത്ഥം ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, ചെറുതോ വലുതോ ജോലി ആയിക്കോട്ടെ, പറഞ്ഞോണം ഞാൻ വർദ്ധിക്കും, വർദ്ധിക്കും, വർദ്ധിക്കും. കർത്താവ് ഇന്ന് വർദ്ധിപ്പിച്ച അനുഗ്രഹത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, പറഞ്ഞു. ബ്രദറെ, മെനഞ്ഞാന്ന് ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഇന്ന് കിട്ടുവാനിടയുണ്ടായി, പാസ്സായി. ഇനി നാളെ 2 ദിവസത്തിനകത്ത് ജോലിക്ക് കയറാം. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് 2 മാസം ആയില്ല. സൂമിൽ കയറിയിട്ടും 2 മാസം ആയില്ല. ഷിജു ബ്രദർ തന്നതാണ്. എന്തായാലും വലിയൊരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ടിന്ന് പാസ്സായി. ഇനി 2 ദിവസത്തിനകത്ത് ജോലിക്ക് കയറാം. ഇപ്പം സൗദിയിലുണ്ട്. ആമേൻ. തീർച്ചയായും, തീർച്ചയായും. ബ്രദർ കഴിഞ്ഞിടെ നമ്മളോട് പ്രാർത്ഥന വിഷയം പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, അതുകൊണ്ട് നഷ്ടമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു.
പക്ഷേ കർത്താവിൻ്റെ നാട്ടിലേക്ക് കൃപയാൽ ആമേൻ, തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപയാൽ ശിവദൻ്റെ സുഹൃത്താണ് അദ്ദേഹം, പ്രാർത്ഥനയിൽ ലിങ്ക് അയച്ചു കൊടുത്ത് ചേർത്താണ്. കൃപയാൽ ഇന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരാൾ ഇപ്പം സൗരം പറഞ്ഞ പോലെ യേശുവിലേക്ക് വന്നു, ആ ഒരു കോൺഫിഡൻസും ധൈര്യവും ഉണ്ടായി, ജയം വരുവാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളൊരാളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ യേശു തൊടുകയാണ്. കർത്താവ് അത് ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, രഞ്ജിത്ത് എന്റെ മോനാ ബ്രദറെ. രഞ്ജിത്ത് സിസ്റ്ററുടെ മോനല്ലേ? അതെ. എന്നോട് കർത്താവ് പറഞ്ഞു, രഞ്ജിത്തിന് ആള് മാറിയവനെ പോലെ കർത്താവ് ആക്കുവാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണോ സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറുന്നേ? അല്ല, ഞാൻ 2-3 മാസമായി. 2-3 മാസം. എന്നോട് പറഞ്ഞിട്ടുണ്ടോ? മോന്റെ കാര്യവും മോന്റെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വിഷയങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇയാളുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ രഞ്ജിത്ത് ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, മകനൊന്നും പറഞ്ഞിട്ടില്ല. ഓ, യേശു ഒന്ന് തൊട്ടിരിക്കട്ടെ. എത്ര പേര് എല്ലാവരും ഒരു ഹാലേലൂയ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ കാണുന്നു, ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നു. ദൈവം അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടി വരുമ്പോൾ നിങ്ങൾ കർത്താവിലും ഏകാത്മാവിലും നമ്മൾ ഒരുമിച്ച് കണക്റ്റഡായി കിടക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഈ സൂമിലേക്ക് നിങ്ങളോട് പ്രവേശിക്കാൻ പറയുന്നത്. ഞാനെന്ന വ്യക്തിയോട് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം കണക്ട് ചെയ്തിരിക്കുക. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് മാത്രം അറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് എന്തിനാണ് ചോദിക്കുന്നത് അറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണോ ഞാൻ ചോദിക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾ തോന്നണ്ട ബ്രദറിനോട് പറഞ്ഞത് ബ്രദർ ചിലപ്പോൾ വിളിച്ചു പറയുന്നതായിരിക്കും. അല്ല, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ദൈവം തൊടുമ്പോൾ ഏറ്റെടുത്തോണം, ചാടി ഏറ്റെടുത്തോണം. ഇന്ന് കർത്താവിനോട് പറഞ്ഞവൻ ആൾ മാറിയവനെ പോലെ ആക്കാൻ പോവാണ്. കുടുംബത്തിൻ്റെ അകത്തൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി ദൈവം അവനെ നിർത്തും. അവനെ സർക്കിളിൽ നിൽക്കുന്ന ചില കണക്ഷനുകളുണ്ട്, അതൊക്കെ കർത്താവ് എടുത്ത് മാറ്റിയിട്ട് അവനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേട്ടില്ല? ഏബൽ എന്റെ മോനാണ്. ഓ, തീർച്ചയായിട്ടും. ഇന്ന് കർത്താവ് ഞങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയൊരു അത്ഭുതകരമായ പ്രവൃത്തി എന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നല്ലോ. അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനർത്ഥം വിട്ടൊഴിഞ്ഞാൽ നന്ദി പറയുന്നപ്പാ. വലിയൊരു സാക്ഷ്യമായിട്ട് ആ കുടുംബം മാറുന്നല്ലോ അപ്പാ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഗ്രൂപ്പിലുള്ളതും ബ്രദറിന്റെയും എല്ലാവരുടെയും പ്രയർ റിക്വസ്റ്റും അവളുടെ നല്ലൊരു കരിയറും ലൈഫും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. നന്ദി കർത്താവെ. പ്രിയ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാളെ മുതൽ കർത്താവെ പഠനത്തിനായിട്ട് ആരംഭത്തിലേക്ക് പോവുകയാണല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പ കർത്താവ് മുന്നോട്ട് ഭാവിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുവിൽ ഫലം കായ്ക്കുന്ന കുഞ്ഞായി തീരട്ടെ. കാണുന്നവരൊക്കെയും പറയട്ടെ, ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയും പേജുകളിലൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ
യേശുവെ ആരാധന, യേശുവെ ആരാധന. തന്നെ ചങ്ങലക്കറ്റ രണ്ടുപേരും പറഞ്ഞു. അപ്പൊ ഇവര് ഇസ്ലാം ആയത് കാരണം പുള്ളി പറഞ്ഞ ഖുറാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ ആ രീതിയിലുള്ള കുറെ മന്ത്രവാദങ്ങൾ നടത്തി. അവിടെ ഒന്നും പോകാൻ പറ്റാഞ്ഞിട്ട് ലാസ്റ്റ് നടക്കാത്തത് കൊണ്ട് ഹിന്ദുക്കളുടെ രീതിയിലേക്ക് തിരിഞ്ഞു. അവിടെ ഒന്നും നടന്നില്ല. അവസാനം ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാം കോട്ടമൈതാനത്ത് ടിപ്പു സുൽത്താൻ കോട്ടയുടെ മുകളിൽ കയറി. അത് ഓപ്പണാണ്, ഫുൾ ടൈം ഓപ്പൺ ആയത് കാരണം അതിന്റെ മുകളിൽ കയറി താഴോട്ട് ചാടാൻ വേണ്ടി പോയപ്പോ എപ്പോഴേറ്റും ചാടാൻ പോകുന്നില്ല. ചാടരുതെന്ന് പറഞ്ഞു. അപ്പൊ നീ ചാടരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നീ ആരാന്ന് ചോദിച്ചപ്പോ നീ അന്വേഷിക്കുന്ന ദൈവമാണ് ഞാൻ. അപ്പൊ ഞാൻ അന്വേഷിക്കുന്ന ദൈവമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതെ, നീ മരിക്കണ്ട, കാര്യം നിനക്ക് ഞാൻ ദൈവനോട് നിന്നോട് ഞാൻ സംരക്ഷിക്കാം, കാര്യം നിനക്ക് ജീവൻ നൽകാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അന്വേഷിക്കുന്ന ദൈവം നീ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്ന് തെളിച്ച് പറയണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കുന്ന ദൈവമെങ്കിൽ അത് ഞാൻ ഇസ്ലാമിൽ ഉള്ള വിശ്വസിക്കുന്ന ദൈവമാണ്, അതാണോ വിശ്വാസം? അതല്ല. ഇത് നീ ഹിന്ദു ഞാൻ പോയിരുന്നു അതിന്റെ ഈ മന്ത്രവാദത്തിന്റെ ഒക്കെ പുറകെ പോയതാണല്ലോ, അപ്പൊ അതാമത്തെ അല്ല, ഞാൻ യേശുവാണ്, ഞാൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. വ്യക്തമായി കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആ പ്രായത്തിന് ശേഷം വളരെ ചെറുപ്പത്തിലാണ് പറഞ്ഞു, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ സംഗതി ഉണ്ടായത്. കാര്യം ആത്മഹത്യക്ക് ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഈ യേശു എന്ന് പറഞ്ഞ വാക്കുകളോടുകൂടി യേശുവിനെ അറിയാൻ വേണ്ടിയുള്ള ശ്രമമായി വീട് വിട്ട് ഇറങ്ങി. പിന്നെ കൺവെൻഷൻ സെന്ററുകളിലെല്ലാം പോയി അങ്ങനെ രക്ഷിക്കപ്പെട്ട് എന്റെ 10-20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ രക്ഷിക്കപ്പെടുന്നത് 15 വർഷം മുമ്പ്, 15 വയസ്സുള്ളപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് അവരെല്ലാം കൂടി മുസ്ലിംസ് എല്ലാം കൊല്ലാൻ വേണ്ടി പുള്ളിയെ നോക്കി. അപ്പൊ പുള്ളി പറയുക, ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ, എനിക്ക് ജീവനും മരണോ എനിക്ക് ക്രിസ്തുവിനൊപ്പം ആയതുകൊണ്ട് എനിക്ക് മരണമാണ് ലാഭം എന്നുള്ളത്. പുള്ളി ബൈബിള് ശരിക്കും അങ്ങോട്ട് പഠിച്ചു ഇരിക്കുകയായിരുന്നു പറഞ്ഞു. നന്നായിട്ട് എനിക്കിത് കേട്ട അതിശയം തോന്നി. കാര്യം പാലക്കാട് എന്നിട്ട് അവര് പറഞ്ഞു മുസ്ലിം പാലക്കാടിയിലുള്ള സകല മുസ്ലിം പള്ളികളിലെ അവര് ഇൻഫർമേഷൻ കൊടുത്തെന്ന് പറഞ്ഞു. എവിടെ വെച്ച് കണ്ടാലും അവനെ കൊന്നോളാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് വാശിയെന്ന് പറഞ്ഞു, ജീവിക്കുകയാണെങ്കിൽ യേശുവിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് പറഞ്ഞ അത്ഭുതകരമായ സാക്ഷിയാണ്. ഞാൻ അതിശയിച്ചു പോയി. കർത്താവ് എവിടെയൊക്കെയാ തോന്നുന്നത്? ശരിയായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറ്റൊരു വ്യക്തിയുടെ വായിൽ നിന്ന്, മറ്റൊരു സമുദായത്തിന്റെ വലിയ കടുത്ത ആരാധനാ രീതികൾ പിന്തുടരുന്ന ഒരു സമുദായത്തിന്റെ ഒരു മെമ്പർ, പുള്ളി പറഞ്ഞ ഖുറാൻ പഠിച്ചതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. ജീവനുള്ള ദൈവം, നമ്മുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവം, നമ്മുടെ കഷ്ടപ്പാടുകൾ മോചിപ്പിക്കുന്ന ഇങ്ങനെ ഒരു ദൈവം, ഈ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് ഓർമ്മ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്ദി കർത്താവ്, ഇന്ന് കേൾപ്പിച്ച അനുഭവത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ആള് മാറിയവനെ പോലെ ആക്കുന്ന ദൈവമാണല്ലോ. സാക്ഷ്യത്തിന് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ബ്രദറെ, എൻ്റെ പേര് അയറൻ എന്നാണ്. പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ബ്രദറിന്റെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ ഞാൻ യൂട്യൂബിൽ കയറിയപ്പോഴത്തേക്കിനും ഈ പ്രയർ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പം ബ്രദറെ പറഞ്ഞാൽ ജോണിന്റെ ഹാളിൻ്റെ അകത്തെ മുറിയിലിരിക്കുന്ന മകളുടെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. അത് ഞാനായിരുന്നു. പക്ഷെ എനിക്ക് യൂട്യൂബ് വഴി ആയതുകൊണ്ട് എനിക്ക് അന്നേരം അത് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ സൂം മീറ്റിംഗിൽ കയറുന്നത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. ഇന്നലെ യൂട്യൂബിലാണ് കേട്ടല്ലേ സിസ്റ്ററെ ഈ കാര്യങ്ങളല്ലേ? അതെ 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 അതെ. തീർച്ചയായിട്ടും കർത്താവ് അത്, അപ്പം നമ്മൾ തമ്മിൽ കണക്റ്റ് ആകാൻ ഒരു സാധ്യതയില്ല. പക്ഷെ കർത്താവ് സിസ്റ്ററെ കണ്ടു, ധൈര്യത്തോടെ ഇരുന്നോണം. കർത്താവ് ഇന്നലെ കേട്ട ആലോചന പോലെ തന്നെ കർത്താവ് ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കും. കൂട്ടായ്മ ആചരിക്കുക, കർത്താവിൽ ബലപ്പെടുക. അവസ്ഥകളെ ദൈവം മാറ്റും, ദൈവം ഉയർത്തും, ദൈവം മാനിക്കും. ആമേൻ. ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു ബ്രദറെ. ബ്രദറെ, ഞാൻ മനോജ് എന്നാണ് എൻ്റെ പേര്. എനിക്ക് ലൈഫിൽ നിർണായകമായൊരു കോടതി കേസുണ്ട്. അതിന്റെ സിറ്റിക്ക് 4-ാം തീയതി നടക്കുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്.
തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിധി പ്രിയമകൻ യേശുവിലേക്ക് വരുമ്പോൾ കർത്താവ് വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകല കാര്യങ്ങളും യേശുവെ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്നല്ലോ. യേശുവിനെ ഞങ്ങൾ ആശ്രയിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ ബ്രദർ പ്രാർത്ഥന കർത്താവ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കർത്താവെ അങ്ങാണ് എൻ്റെ സഹായം, അങ്ങാണ് എൻ്റെ രക്ഷകൻ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ വലിയൊരു വഴിത്തിരിവുണ്ടാകട്ടെ. ആ വിധി പ്രിയമകൻ അനുകൂലമാകട്ടെ, അത്ഭുതമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുള്ളവർ, നിങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. അല്ലെങ്കിൽ ദൈവിക ആലോചനകൾ ഇടപെട്ടവരുണ്ടെങ്കിൽ പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനമായിട്ട് പറയാൻ വേണ്ടി പോവാണ്. പ്രയർ റിക്വസ്റ്റുകൾ കഴിവ് നിങ്ങൾ വാട്സാപ്പിലേക്ക് തന്നെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ആരെങ്കിലും ഉണ്ടോ? പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ വേണ്ടിയാണോ? കേട്ടില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ ബ്രദറെ? ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ശുചിപുതർ എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ശുചിപുതർ എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് പങ്കുചേരുന്നവർക്കും എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച കർത്താവെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിങ്ങ് സ്പർശിച്ച കൃപയ്ക്ക് നന്ദി. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ദൈവികമായ സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇല്ലെന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ സ്ഥിതികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ. കർത്താവ് ഇന്ന് അവരെ കാണുന്നല്ലോ. ദൈവം അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നല്ലോ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം നമ്മുടെ വചനത്തിലൂടെയും ദൈവിക ആലോചനയിലൂടെ ദൈവം നമ്മളെ ബലപ്പെടുത്തിയല്ലോ. പ്രയർ റിക്വസ്റ്റുകളൊക്കെയും നിങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്കെല്ലാം റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി റിപ്ലൈ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഡിലേ വരുന്നത് കൂടുതൽ ആളുകൾ അയക്കുന്നതുകൊണ്ടാണ്, പ്രാർത്ഥിച്ചതാണ്. കർത്താവ് ഇടപെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ സൂമിൽ പങ്കുചേരുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, കർത്താവ് നമ്മളെ സ്പർശിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നതിലല്ല, തുടർമാനമായി കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെയാണ് ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ജസ്റ്റ് നിങ്ങളൊരു കൂട്ടായ്മ ആചരിച്ച് പോകാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് വളരുവാനും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും, മാനിക്കും. ദൈവത്താൽ നിങ്ങളൊരു അത്ഭുതമായി തീരും. യേശുവിൻ്റെ നാമത്തിൽ അവസാനമായിട്ട് ദൈവം എന്നോട് പറയുന്ന ഒരു മാത്യുവിനെ ദൈവം സ്പർശിക്കുന്നു. മാത്യുവിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. മാത്യുവിൻ്റെ കുടുംബത്തെ, ആ മാത്യുവായിട്ട് ആരാണ് ബന്ധമുള്ളത്? യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്തു. മാത്യുവിൻ്റെ ഭവനത്തെ ദൈവം ഉയർത്താൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പോവുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്തുനിന്ന് ഒരു സഹോദരി വളരെ ഭാരപ്പെട്ട് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത്. വളരെ ഭാരപ്പെട്ട് പോകുന്നത് ഭാരപ്പെട്ടാണ്, തിരിച്ചു വരുന്നതും ഭാരപ്പെട്ടാണ്. ആ കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് ഇറങ്ങിയത് ഭാരപ്പെട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു സന്തോഷ വാർത്തയുമായിട്ട് കയറി വരത്തുള്ളൂ. ദൈവാത്മാവ് എനിക്കൊരു അടയാളം ഇങ്ങനെ എന്നെ കാണിക്കുന്നത്, ഈ വീടിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ തൊട്ടടുത്ത് തന്നെ ഓട്ടോറിക്ഷ ഉള്ളൊരു ഭവനം കിടപ്പുണ്ട്. വീടിനോട് ചേർന്നെടുത്ത് തന്നെ അടുത്ത വീട്ടിൽ തന്നെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവം അത്ഭുത മന്ത്രിയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാ ദിവസത്തെ പോലെ ഞാനിപ്പോൾ ലൈവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. സൂമിൽ മാത്രമേ നമുക്കിപ്പോൾ നടക്കുന്നുള്ളൂ. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലിങ്ക് അവിടെയുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സൂമിൽ പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ഒരു എക്സ്പീരിയൻസിനെ, നമുക്കിന്ന് കർത്താവ് നമ്മളോട് ഇടപെടുന്നത് പോലെ ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് പ്രവചനത്തിലൂടെ ആയിക്കോട്ടെ, ദൈവപ്രവൃത്തിയിലൂടെ ആയിക്കോട്ടെ, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും.
അതിനുവേണ്ടി നമുക്ക് വരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ബ്ലസ് ചെയ്യുക. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്ഥിതികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകുന്നല്ലോ. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ കർത്താവ് ശക്തീകരിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഐ ബ്ലെസ്സിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം അവരെ തൊടുന്നല്ലോ.